എനിക്ക് സഹായം എൻ്റെ സഹായത്തിൽ കൂടി കാരണവാനായ ദൈവമേ സ്തുതിക്കട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിന്റെ ഈ ആരാധനയിൽ ദൈവത്തിന്റെ കൃപ ഞങ്ങളിൽ പകർന്നു. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസമായിരുന്നു ഓരോരുത്തരുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യും. ദൈവമായ കർത്താവേ, ഈ നാളുകളിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവവചന ധ്യാനത്തോടും ഞങ്ങളുടെ തന്നെ ഞങ്ങളുടെ ശരീരങ്ങൾ ജീവന വിശുദ്ധിയിൽ ദൈവത്തിന്റെ പ്രസാദപരമായി നിരന്തരം സമർപ്പിച്ച് ജീവിപ്പാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൃപ കൂടെ ഈ നാളുകളിൽ ഇന്ന് ആരംഭിക്കുന്ന നോമ്പിന്റെ ഉപവാസ ആരാധന 40 ദിവസം നീണ്ടു നിൽക്കുമ്പോൾ ഞങ്ങൾ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുവാൻ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനെ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ് കർത്താവിനോട് നിരപ്പായിപ്പാൻ, ക്രൂശിലേക്ക് അടുത്തു വരുവാൻ, ഉയർത്തലിന്റെ ജീവൻ പ്രാപിപ്പാൻ ദൈവമായ കർത്താവേ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നു. ഇത്രത്തോളം ജനത്തെ കൂട്ടിവരുത്തിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യും. ദൈവമായ കർത്താവേ, പരിശുദ്ധാത്മാവിനാൽ ഐക്യപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ ജീവിതം പരിശുദ്ധാത്മാവിനാൽ ഐക്യപ്പെടുവാൻ ദൈവത്തിന്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ ഭവനത്തിൽ വിശ്രമിക്കാതെ കർത്താവേ ആലയത്തിൽ കടന്നു ആലയത്തിന്റെ നന്മ അനുഭവിക്കാൻ അനുഗ്രഹവും പ്രാപിപ്പാൻ എല്ലാവരെയും ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചർച്ചിലെ എല്ലാ വിശ്വാസികളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൃപ കൊണ്ട് അങ്ങ് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ദൈവത്തിൻ്റെ നന്മ അനുഭവിപ്പാൻ, കർത്താവിങ്കിലേക്ക് അടുത്തു വരുവാൻ ഈ നാളുകൾ ഞങ്ങളെ തന്നെ ഒരുക്കുന്ന ദിവസങ്ങളാക്കി ദൈവം അനുഗ്രഹിച്ച് നൽകണമേ. കർത്താവായ ദൈവമേ, ഇന്ന് വചനം സംസാരിക്കുന്ന കർത്താവിൻ്റെ ദാസനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ആവാസത്താൽ അഭിഷേകത്താൽ നിറയ്ക്കുകയും പരിശുദ്ധാത്മ നിറവിലായിരുന്നു കൊണ്ട് പൗലോസിനെ പോലെ കർത്താവെ ഞങ്ങൾക്ക് വചനത്തിൻ്റെ മർമ്മങ്ങൾ കർത്താവെ വെളിപ്പെടുത്തി തരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനാൽ അച്ഛനെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ ഞങ്ങളെല്ലാവരെയും സൂക്ഷിക്കണമേ. കർത്താവെ അങ്ങയിൽ തന്നെ ചാരിക്കൊള്ളുവാൻ ദൈവം സഹായിക്കണമേ. കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെ ഈ ആലയത്തിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങൾ ഇവിടെ അർപ്പിക്കുന്ന ആരാധന കർത്താവെ ആലയത്തിലെ എല്ലാ വിശ്വാസികൾക്കും അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയിൽ ഞങ്ങളെല്ലാവരെയും സൂക്ഷിക്കണമേ. വിവിധ ആവശ്യങ്ങളുമായി ഈ ആലയത്തിലേക്ക് കടന്നു വന്ന അനേക മക്കളുണ്ട്. കർത്താവായ ദൈവമേ, അവരുടെ ആഗ്രഹങ്ങളെ ദൈവം മാനിക്കണമേ. ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ നിറയ്ക്കുന്ന ദൈവമാണ്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ് ഞങ്ങൾക്ക് സ്വർഗത്തിലുള്ളത് എന്ന് പൂർണ്ണമായി വിശ്വസിക്കുവാൻ, എൻ്റെ ദൈവത്തെ കൊണ്ട് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് ഉറക്കെ പ്രസ്താവിക്കുവാൻ ഉറച്ച വിശ്വാസത്തോടെ ഞങ്ങളുടെ ആവശ്യങ്ങളെ കർത്തൃസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ ആ മഹത്വത്തിൻ്റെ ധനത്തിന് തവണ്ണം ഞങ്ങൾ അനുഗ്രഹം പ്രാപിപ്പാൻ, സൗഖ്യം പ്രാപിപ്പാൻ ദൈവമേ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞു മക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഈ നാളുകളിൽ നടക്കുന്ന പരീക്ഷയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തോടെ പരീക്ഷ എഴുതുവാനുള്ള ദൈവകൃപ എല്ലാ കുഞ്ഞുങ്ങൾക്കും നൽകണമേ. പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മേൽകൃപ പ്രാപിച്ച് അനുഗ്രഹം പ്രാപിപ്പാൻ സഹായിക്കണമേ. ദൂരദേശങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ അംഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയുടെ കരങ്ങൾ അവരെ വഹിക്കുകയും ദൈവാത്മാവ് കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ആലയത്തിൻ്റെ നെടുകയും കുറുകയും അങ്ങ് നടകൊള്ളുന്ന കൃപകൾക്കായി സ്തോത്രം. അങ്ങയുടെ കൂട്ട് ഞങ്ങൾ അനുഭവിപ്പാൻ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിപ്പാൻ ദൈവം ഞങ്ങളെ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കൊയറിൽ വന്നിരിക്കുന്ന അംഗങ്ങളെ ഓർക്കുന്നു. വിശ്വാസ സമൂഹ
സമൂഹത്തെ ഓർക്കുന്നു. എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പ്രേമക്കളുടെ ഉള്ളിലെ ആവശ്യങ്ങളെ, ആഗ്രഹങ്ങളെ ദൈവം മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദിവസവും 7:00 കടന്നു വന്ന് കർത്താവെ അങ്ങയുടെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹവും നന്മയും ദൈവകൃപയും മാനസാന്തരവും പ്രാപിപ്പാൻ, രക്ഷ പ്രാപിപ്പാൻ ഈ നാളുകളിൽ ഞങ്ങൾ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വയം ഇല്ലാതായിത്തീരുന്ന ആ യേശുവിൻ്റെ ദാസ ശുശ്രൂഷ ഞങ്ങളേവരും സ്വീകരിക്കുവാൻ, ആ യാഗത്തിൻ്റെ ത്യാഗത്തിൻ്റെ ആ ഓർമ്മ ഞങ്ങൾ പുതുക്കുവാൻ, ഞങ്ങളേതുമല്ല ഞങ്ങളിൽ യേശുവാണ് വളരുന്നത് എന്ന് പൗലോസ് പറഞ്ഞതുപോലെ ഈ ലോകത്തിലുള്ളതെല്ലാം ചപ്പും ചവറും എന്നെണ്ണിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നാളുകളിൽ ആലയത്തിൽ നിന്ന് ആർജിക്കുന്ന ഊർജം ഞങ്ങളുടെ സമൂഹത്തിൽ പ്രവർത്തന മേഖലകളിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെടുവാൻ, ഉയർച്ച തന്നെ കണ്ടെത്തുവാൻ, അനുഗ്രഹം പ്രാപിപ്പാൻ എല്ലാവരെയും ദൈവം സഹായിച്ച് അനുഗ്രഹിക്കും. ക്രിസ്തു മുഖാന്തരം പ്രാർത്ഥന കേട്ട് അനുഗ്രഹിക്കണം സ്വർഗീയ പിതാവേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിസ്തരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരു ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരിശീലകർത്താ സകല ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. ആമേൻ. എന്ന പാഠമായി വായിക്കുന്ന വേദഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 12 മുതൽ 20 വരെ എഴുതപ്പെട്ടിരിക്കുന്ന തിരുവചനം ശ്രദ്ധിപ്പിൻ. സുവിശേഷ വേദം ഭാഗം വായിക്കുമ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. അനന്തരം ആത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. അവിടെ യേശു സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോട് കൂടെ ആയിരുന്നു. ദൂതന്മാർ യേശുവിനെ ശുശ്രൂഷിച്ചു പോന്നു. എന്നാൽ യോഹന്നാൻ തടവിൽ ആയ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. യേശു ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ ശീമോനും അവൻ്റെ സഹോദരനായ അന്ത്രയോസും കടൽ വല വീശുന്നത് കണ്ട് അവർ മീൻ പിടിക്കുമെന്നവർ ആയിരുന്നു. യേശു അവരോട്, എന്നെ അനുഗമിപ്പിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും എന്ന് പറഞ്ഞു. ഉടനെ അവർ വലവിട്ട് യേശുവിനെ അനുഗമിച്ചു. അവിടെ നിന്ന് അല്പം മുന്നോട്ട് ചെന്നപ്പോൾ സെബദിയുടെ മകനായ യാക്കോബും അവൻ്റെ സഹോദരനായ യോഹന്നാനും പടകിലിരുന്ന് വല നന്നാക്കുന്നത് കണ്ടു. ഉടനെ അവരെയും വിളിച്ചു. അവർ അപ്പനായ സെബദിയെ കൂലിക്കാരോട് കൂടെ പടകിൽ വിട്ട് യേശുവിനെ അനുഗമിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്ന് യേശു പറഞ്ഞു. നമുക്ക് നിൽക്കുമ്പോൾ തന്നെ 360-ാമത്തെ ഗീതത്തിൻ്റെ 2 ചരണങ്ങൾ നമുക്ക് വളരെ സമർപ്പണത്തോടെ പാടാം. അത് കഴിഞ്ഞ് അച്ഛൻ വചനം പ്രസ്താവിക്കും. Shagani Shri Manna
കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ ശാരബുധനിൽ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, അങ്ങയോട് ചേർന്ന് ജീവിക്കാനുള്ള ഈ ദിനങ്ങൾ ശ്രദ്ധയോടും പ്രാർത്ഥനയോടും ഞങ്ങളുടെ ആലയത്തിനുള്ളിലായിരിക്കാൻ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന നല്ല നിമിഷങ്ങൾക്കായി സ്വർഗത്തിലെ ദൈവത്തിന് സ്തോത്രവും സ്തുതികളും കരയേറ്റുന്നു. കർത്താവേ, ഞങ്ങളിവിടെ ആയിരിക്കുന്ന നിമിഷങ്ങൾ വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അങ്ങയുടെ കഷ്ടതകളും അങ്ങയുടെ പങ്കപ്പാടുകളും ഓർക്കുന്ന ഈ നിമിഷങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ കർത്താവെ ശ്രേഷ്ഠകരമാക്കുന്നതാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങളെല്ലാവരെയും ആശീർവദിക്കണമേ. അല്പസമയം അങ്ങയുടെ സ്വരത്തിനായി ഞങ്ങൾ കാതോർക്കുമ്പോൾ വചനം കേട്ട് അതിന് പ്രകാരം നടക്കുവാൻ ഞങ്ങൾക്ക് പ്രാപ്തിയേക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ സഭകൾ ആഷ് വെനസ്ഡേ ആയി അല്ലെങ്കിൽ ശാരബുധനായി ആചരിക്കുന്ന ദിനമാണ്. ഈ നോമ്പ് കാലത്തിൻ്റെ ആരംഭമാണ്. ഈ നോമ്പ് കാലം ക്രൈസ്തവ സഭയ്ക്ക് സ്വയ സമർപ്പണത്തിൻ്റെയും പീഡാസഹനത്തിൻ്റെയും ദീപ്ത സ്മരണ ഉയർത്തുന്ന പുണ്യ ദിനങ്ങളാണ്. അതിലേറെ പ്രധാനപ്പെട്ട ചാമ്പൽ ബുധനാഴ്ച അഥവാ ആഷ് വെനസ്ഡേ അനുതാപത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അടയാളമായി നാം കൊണ്ടാടുന്ന ഈ ദിനത്തിന് ഏറെ പ്രാധാന്യം നൽകുന്ന ഒന്ന് തന്നെയാണ്. ഈ നോമ്പ് കാലത്തിൻ്റെ 1-ാം ദിനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് ദുഃഖത്തിൻ്റെയും അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും അടയാളമായ ചാമ്പലിനെ കുറിച്ച്, അതായത് ശാരത്തെക്കുറിച്ച്. യിരെമ്യാപ്രവാചകന്റെ ഗ്രന്ഥം 6-ാം അധ്യായം 26, യോഹന്നാൻ 3:6, സംഖ്യാപുസ്തകം 19:9, ഇയ്യോബ് 42:3 മുതൽ 6 വരെയുള്ള വചനങ്ങളെല്ലാം വളരെ വ്യക്തമായി ഇതിനെ സാധൂകരിക്കുന്ന ഒന്ന് തന്നെയാണ്. പഴയ നിയമകാലത്ത് അനുദപിച്ച് രട്ടിലും വെണ്ണീരിലും ഇരുന്ന മാനസാന്തരത്തിനായി കേണതായി വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കും ഈ നോമ്പ് കാലം സമർപ്പണത്തിൻ്റെയും സമാഗമനത്തിൻ്റെയും നാളുകളാകേണ്ടത് ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ ഈ നാളുകൾ ആത്മതപനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും സ്വയാർപ്പണത്തിൻ്റെയും ദിനങ്ങളായി മാറ്റുവാൻ നമുക്ക് യത്നിക്കാം. ഇന്ന് ഇവിടെ ആരംഭിക്കപ്പെടുന്ന നോമ്പാരാധനയിൽ എല്ലാ ദിവസവും പങ്കുചേർന്ന ഈ ആരാധനയുടെ നന്മ അനുഭവിപ്പാൻ ദൈവം നിങ്ങൾ കൃപയേകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാം വായിച്ചു കേട്ട ഭാഗത്തിലേക്ക് നാം ശ്രദ്ധ തിരിക്കുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ വളരെ വ്യക്തമായി സാക്ഷ്യപ്പെടുത്തുന്ന യേശു സ്നാനം കഴിഞ്ഞ് ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു എന്നതാണ്. അവിടെ അവൻ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ട 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടൊപ്പമായിരുന്നു എന്ന വചനം രേഖപ്പെടുത്തുകയാണ്. കൂടാതെ ദൂതന്മാരുടെ സാമീപ്യം യേശുവിനോടൊപ്പമായിരുന്നു എന്ന് അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നു. ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു എന്ന ഈ ഭാഗങ്ങളിൽ നമുക്ക് വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ നോമ്പ് ആരാധനകൾക്ക്, നോമ്പ് അനുഷ്ഠാനത്തിന് ഏറെ പ്രാധാന്യമുണ്ടാകുന്നു. നമ്മുടെ അരുമനാഥനായ ക്രിസ്തു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചതിൻ്റെ മാതൃകയാക്കിക്കൊണ്ട് ഉയർപ്പിന് മുമ്പുള്ള 40 ദിവസങ്ങളെ നോമ്പാചരണത്തിനായി നാം, അതായത് ക്രൈസ്തവ സഭ വിനിയോഗിക്കുകയാണ്. അപ്പോൾ ഈ ദിവസം ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കുമായി ക്രൈസ്തവ സഭ വേർതിരിച്ച ശ്രദ്ധയോടെ അനുഷ്ഠിക്കുന്ന ഒരനുഷ്ഠാനമായി, ഒരു വ്രതാനുഷ്ഠാനമായി മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇതിന് ചില ഏറ്റക്കുറച്ചിലുകൾ, മാറ്റങ്ങളൊക്കെ വിവിധ സഭകൾ തമ്മിൽ ഉണ്ട് എങ്കിലും ചിലർ 50 നാളുകൾ നോമ്പിനായി വേർതിരിക്കാറുണ്ട്. ഇതിനകത്തുള്ള ഞായറാഴ്ചകളിൽ നോമ്പാചരണം മാറ്റം വരുത്തി അത് മാറ്റി നിർത്തി ആചരിക്കുന്ന ആ പ്രക്രിയയും വിവിധ സഭകളിൽ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ദിവസം പ്രത്യേകിച്ച് ആഷ് വെനസ്ഡേ, ഹോസന്ന ഞായറാഴ്ച, അതായത് കഴിഞ്ഞ വർഷം നമ്മൾ ഉപയോഗിച്ച ഹോസന്ന ഞായറാഴ്ച
ഉപയോഗിച്ച കുരുത്തോലകൾ ക്ഷാരമാക്കി ചാമ്പലാക്കി അതുകൊണ്ട് പുരോഹിതൻ വിശ്വാസികളുടെ നെറ്റിയിൽ കുറിക്കുന്ന ആചാരത്തെക്കുറിച്ചും നമുക്ക് വ്യക്തമായിട്ട് അറിയാം. ഈ സമയം വിശ്വാസികൾ മനുഷ്യൻ്റെ മർത്തൃത്വത്തെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും ദൈവവചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് തങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിക്കുന്നതായി നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഈ ആചാരങ്ങൾ വിശ്വാസ സമൂഹത്തിൻ്റെ സ്വയാർപ്പണത്തിൻ്റെ പ്രതിഫലനമാകുകയാണ്. ഉൽപ്പത്തി പുസ്തകം 3:19, മർക്കോസ് 1:15 വായിച്ചാൽ ഈ ആചാരത്തിൻ്റെ പ്രാധാന്യതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ എന്ത് തന്നെയായാലും ഈ നോമ്പ് കാലം എന്ന് പറയുന്നത് സ്വയസമർപ്പണത്തിൻ്റെയും നിരപ്പിൻ്റെയും കാലം തന്നെയാണ്. ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുന്ന ഒരു ദിനമാണ്. അതുകൊണ്ടാണ് കറ്റല്ലാസോ എന്ന പദം ഇതിനായി ഉപയോഗിക്കുന്നത്. 2 കൊരിന്ത്യർ 5:18, 19, 1 കൊരിന്ത്യർ 7:11 ഒക്കെ വായിച്ചാൽ ഇതിൻ്റെ അർത്ഥതലങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഏറെ ശ്രദ്ധയോടെയുള്ള ഈ ആചരണം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന മാനസാന്തരത്തിൻ്റെ അനുഭവം കൊണ്ടുവരുന്ന ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ടാണ് ഈ ലെൻഡ് എന്ന പദത്തിന് തന്നെ വളരെ പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഈ ലെൻഡ് ആചരണം എന്ന് പറയുന്നത് നിസ്സാരപ്പെട്ട ഒന്നല്ല. ഇപ്പം ലെൻഡ് എന്ന് പറയുന്ന LEND എന്ന പദം നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ലെറ്റ് us eliminate all our negative thoughts എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ലെറ്റ് us eliminate, നമ്മുടെ ജീവിതത്തിലെ എല്ലാ നെഗറ്റീവായ ചിന്തകളും മാറ്റിവയ്ക്കുന്ന ദിനങ്ങളാണ് ഈ ലെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ചിലരൊക്കെ ഭക്ഷണങ്ങൾ മാത്രം മാറ്റിവെച്ച ലെൻഡിൻ്റെ ഭാഗമാകാറുണ്ട് ചില ഭക്ഷണങ്ങൾ. പക്ഷെ അത് നിസ്സാരപ്പെട്ട ഒന്നല്ല. തങ്ങളുടെ ഇഷ്ടവിഭവങ്ങൾ മാറ്റിവെച്ച, ശരീരത്തെ തന്നെ ആ ഇഷ്ടങ്ങളോട് നോ പറഞ്ഞ് തങ്ങളുടെ ഇഷ്ടങ്ങൾ മാറ്റിവെച്ച ഈ പ്രധാനപ്പെട്ട ശുശ്രൂഷയുടെ ഭാഗമായി ശ്രദ്ധയോടുകൂടി അനുഷ്ഠാനങ്ങളിലൂടെ നൊമ്പാചരണങ്ങളിലൂടെ ദൈവത്തെ പ്രകീർത്തിക്കുന്നത്. വെറുതെ മാറ്റിവെച്ചിട്ട് ചുമ്മാതെ നടക്കുന്ന ഒന്നല്ല. പക്ഷെ അത് വർജിക്കുന്നത് കൂടുതൽ ആർജിക്കുവാനുള്ള വ്യഗ്രതയുമല്ല. വർജിക്കുന്നത് മറ്റുള്ളവർക്ക് അപരനുഗ്രഹമായി മാറണം എന്നത് നാം മനസ്സിലാക്കേണ്ടുന്ന യാഥാർത്ഥ്യമാണ്. കൂടാതെ നോ പറയുന്നതിലൂടെ ഏറെ അർത്ഥങ്ങളുണ്ട് എന്നതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ ശരീരം ഒത്തിരി കാര്യങ്ങൾ ആഗ്രഹിക്കാറുണ്ട്, ആവശ്യപ്പെടാറുണ്ട്. നമ്മൾ കുടിയന്മാരെ കണ്ടാൽ അറിയാം, ചില സമയങ്ങളിൽ അവർ കുടിക്കുന്ന സമയങ്ങൾ പിറ്റേ ദിവസം കുടിച്ചില്ല കൈ വിറയ്ക്കും. അവരുടെ ശരീരം തന്നെ പ്രത്യേക അതിനോടുള്ള ആസക്തികളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകുന്നത് പല സാധാ കുടിയന്മാരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. ഇച്ചിരി കടുത്ത പാർട്ടികൾ, എൻ്റെ വാക്കുകളൊന്നും ഉപയോഗിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ശരീരം തന്നെ ചിലതിനോട് ഇഷ്ടം കാണുവാനായിട്ട് കഴിയും. നമ്മുടെയും ജീവിതത്തിൽ ചിലർക്ക് മീനിനോടായിരിക്കും അമിതമായ ആഗ്രഹം, ചിലർക്ക് ഇറച്ചിയോടാകാം. അപ്പോൾ ഇതുപോലുള്ള ചില മാംസാദികൾ വർജിക്കുന്നത്, മറ്റ് ചിലതൊക്കെ മാറ്റി നിർത്തി ഈ നോമ്പാചരണത്തിൻ്റെ ഭാഗമാകാറുണ്ട്. ഇതൊന്നും മോശമാണ് എന്നുള്ളതല്ല. ഇത് ആചരിക്കുന്ന ക്രൈസ്തവ സഭയിലെ അനേകരുണ്ട്, നമ്മുടെ സഭയിലും അനേകരുണ്ട്. ഞാനും ചില നാളുകൾ ഈ ആചരണത്തിൻ്റെ ഭാഗമായിരുന്നത് ഓർക്കുകയാണ്. അപ്പം നമുക്കിഷ്ടമുള്ളതിനെ വർജിച്ചുകൊണ്ട് ഈ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവഭാഗത്തേക്ക് കടന്നു വരുന്നത് ഏറ്റവും ശ്രദ്ധേയമായ അനുഭവം തന്നെയാണ്. മനുഷ്യൻ്റെ ആദ്യ പാപം ഉണ്ടാകുവാൻ കാരണം തന്നെ തങ്ങൾക്കിഷ്ടമുള്ളതിനെ ഭക്ഷിപ്പാനുള്ള വ്യഗ്രതയായിരുന്നു. ഏദൻ തോട്ടത്തിൽ നമ്മൾ കണ്ടത് അത്തരത്തിലുള്ള ചിന്തയാണ്. ദൈവം പറഞ്ഞു നോ എന്ന് പറഞ്ഞതിനെ ഭക്ഷിപ്പാനുള്ള മനുഷ്യൻ്റെ ത്വരയാണ്, അവൻ്റെ തീക്ഷ്ണമായ ആഗ്രഹം, ആൻസൈറ്റിയൊക്കെയാണ് യഥാർത്ഥത്തിൽ ഹൗവയെ സാത്താൻ പരീക്ഷിച്ചപ്പോൾ അത് തന്നെ നേടിയെടുക്കുവാനുള്ള ആഗ്രഹമുണ്ടായത്. ഇതുപോലെ ജഡാഭിലാഷങ്ങൾ, മനുഷ്യൻ്റെ ആവശ്യങ്ങൾ, ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ പലപ്പോഴും തൃപ്തിപ്പെടുത്തുവാനുള്ള വ്യഗ്രതയിൽ തളർന്നടിയുന്ന വിശ്വാസ ജീവിതങ്ങളുണ്ട്. പലരും വിട്ടുപോകുന്ന അനുഭവങ്ങളുണ്ട്, പെടുത്തിപ്പോകുന്ന അനുഭവങ്ങളുണ്ട്. ഇതൊക്കെ നാം അറിയുന്ന യാഥാർത്ഥ്യം. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി നമുക്കിത്തരത്തിലുള്ള ചിന്താഗതികൾ മാറ്റിവെച്ച, പ്രാർത്ഥനയോടെ ഇഷ്ടപ്പെട്ടതിനെ മാറ്റിവെച്ച അതിനോട് ചേരുന്ന അനുഭവം. ഇപ്പോൾ ഇഷ്ടപ്പെട്ടതിനെ മാറ്റുക എന്ന് പറഞ്ഞാൽ മറ്റു പലതിനെയും നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ ഫോണിന് അഡിക്റ്റ് ആയിരിക്കുന്നവരുണ്ടാകാം. ഈ കാലയളവിൽ ചിലപ്പോൾ അതിനോട് നോ പറയേണ്ടതായിട്ടുണ്ട്. ദൈവഭാഗത്ത് നിന്ന് അന്യപ്പെടുത്തുന്ന ഡിവൈസുകൾ മാറ്റിവെച്ച് ഈ ഉപവാസത്തിൻ്റെ, ഈ ആത്മതപനത്തിൻ്റെ, നോമ്പാചരണത്തിൻ്റെ ഭാഗമാകാം.
ചിലർക്ക് മറ്റ് ഇടങ്ങളിൽ പോയി കൂട്ടാടി ഉണ്ടാക്കുക, പലതുമൊക്കെ പറയുക, ഏഷ്യന് പറയുക, അതായിരിക്കും നമ്മുടെ വിനോദം എന്ന് പറയുന്നത്. അതിനോട് നോ പറയുവാൻ കഴിയണം. ഇവിടെ പറയും നെഗറ്റീവ് തോട്ട്സിനെ എലിമിനേറ്റ് ചെയ്യുക എന്നതാണ് ലെൻഡ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ലെറ്റ് us എലിമിനേറ്റ്, നമ്മൾ എറാഡിക്കേറ്റ്, അതിനെ നശിപ്പിക്കുക, ഓൾ അവർ നെഗറ്റീവ് തോട്ട്സ്. അപ്പോൾ പലതിനോടും നോ പറയുവാൻ, നമ്മുടെ ജീവിതത്തെ അപഗ്രഹിക്കുവാൻ, നമ്മുടെ ജീവിതത്തെ കാർന്നു തിന്നുന്ന പലതിനോടും നോ പറയുവാൻ തയ്യാറാകുമ്പോഴാണ് ലെൻഡ് അർത്ഥപൂർണമാകുന്നത്. അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി നമ്മുടെ ജീവിതങ്ങളെ മുമ്പോട്ട് നയിക്കുവാനുള്ള പരിശ്രമമാണ് ഈ നോമ്പ് കാലത്ത് ഏറെ ഉണ്ടാകേണ്ടത്. അതുകൊണ്ട് ശ്രദ്ധയോടെ ഈ ദിനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആ കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു എന്ന ബോധ്യത്തോടെ ഈ ശുശ്രൂഷയുടെ ഭാഗമാകുവാനായിട്ട് നമുക്ക് കഴിയണം. ഞാൻ മുമ്പ് പള്ളിയിൽ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല, ഞാൻ കൊറിയയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, ചൈനീസ് സുഹൃത്ത് എൻ്റെ റൂമിലേക്ക് കടന്നു വന്നു. നോക്കിയപ്പോൾ എനിക്ക് ക്രോസ് കളക്ഷനൊക്കെ അന്ന് ധാരാളം ഉണ്ടായിരുന്നു. ധാരാളം, ഏകദേശം 500-ലേറെ ക്രോസുകൾ എൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് ഞാൻ എൻ്റെ കയ്യിൽ കൊറിയയിലായിരിക്കുമ്പോഴും കരുതിയിട്ടുണ്ടായിരുന്നു. എൻ്റെ റൂമിൻ്റെ പല ഭാഗത്തും അതിനെ ഭദ്രമായി അതിനോടുള്ള താല്പര്യമുള്ളതോടെ ഞാൻ ഘടിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ മനുഷ്യൻ ക്രൈസ്തവനാണ്, കൺഫ്യൂഷൻ വിശ്വാസത്തിലുള്ളൊരു സഹോദരനാണ്. അപ്പോൾ അദ്ദേഹം കടന്നു വന്ന പലപ്പോഴും ഈ ക്രോസിനെയൊക്കെ കുരിശുകളെയൊക്കെ കൗതുകത്തോടെ നോക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇതിനെല്ലാം മാറ്റി വൃത്തിയാക്കാനായിട്ട് പരിശ്രമിച്ചപ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞു, എവിടെയാ ആ 2 തടിക്കഷ്ണങ്ങൾ, ഭദ്രമായി സൂക്ഷിക്കുന്ന ഈ തടിക്കഷ്ണങ്ങൾ എവിടെയെന്ന് അദ്ദേഹം ചോദിച്ചത്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് കുരിശിനെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരു ഐഡിയയും ഇല്ല. ഇപ്പോൾ 2 തടിക്കഷ്ണങ്ങൾ കോർത്ത് എന്തൊക്കെ കാണിച്ചു വച്ചിരിക്കുന്നു എന്ന് അദ്ദേഹം ചിന്തിച്ചത്. അപ്പോൾ ഇതുപോലുള്ള അനുഭവങ്ങളുണ്ട്. ഞാൻ പിന്നെ അതിൻ്റെ അർത്ഥവും അതിൻ്റെ ആഴവും അതിൻ്റെ വ്യാപ്തിയും ഒക്കെ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കാനിടയായി തീർന്നു. അപ്പോൾ നമുക്ക് ഈ തടിക്കഷ്ണങ്ങൾ എന്താണ്? യഥാർത്ഥത്തിൽ ഹീനമായ ഒരു മരണമുറിയായിരുന്നു, കൊലപ്പെടുത്തുവാനുള്ളൊരു കഴുമരമായിരുന്നു കുരിശ് എന്നതാണ് യാഥാർത്ഥ്യം. അപ്പം അതിൽ യേശു ബലിയായി തീർന്നപ്പോഴാണ് ആ കഴുമരത്തിന് ഏറെ ശ്രദ്ധയുണ്ടായത്. ഇന്ന് നമ്മൾ മാലയിൽ കോർക്കുന്ന ഏറെ ശ്രദ്ധേയമായ ഒരു സാധനമായി, അല്ല നമ്മൾ ഏറെ നെഞ്ചേറ്റുന്ന ഒരു വസ്തുവായി ഈ കുരിശ് മാറുവാനായിട്ട് കാരണം എന്താ? യേശു അതിൽ കയറിയത് കൊണ്ടാണ്. അപ്പോൾ പരിപാവനമായ ഒന്നായി, ഏറെ ശ്രദ്ധേയമായ ഒന്നായി കുരിശ് മാറ്റപ്പെടുകയാണ് ചെയ്തത്. ഈ ലെൻഡ് നാളുകൾ ഇതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്ന ഒന്നായി മാറുന്നുവെങ്കിൽ മാത്രമേ ഈ കുരിശ് കൊണ്ട് അർത്ഥമുണ്ടാകുകയുള്ളൂ. ഇല്ലെങ്കിൽ ആ സുഹൃത്ത്, ചൈനീസ് സുഹൃത്ത് എന്നോട് ചോദിച്ചതുപോലെ ആ 2 കമ്പുകൾ എവിടെ എന്ന് മാത്രമേ, 2 കമ്പുകൾ മാത്രമേ ആകുകയുള്ളൂ. അടുത്ത കാലത്ത് ഞാനൊരു സ്ഥലത്ത് കണ്ടതാ, പണ്ട് ഉപയോഗിച്ചു കൊണ്ടിരുന്നൊരു കുരിശ്, ഇരുമ്പിലുള്ളൊരു കുരിശ് വാഴയ്ക്കിങ്ങനെ ഊന്നു കൊടുക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ അത് ആവശ്യം കഴിഞ്ഞ് ഒരു പള്ളിയിൽ നിന്ന് എടുത്ത് പുറത്ത് കളഞ്ഞു. നോക്കിയപ്പോൾ അതുകൊണ്ട് വേറൊരു ഉപയോഗമില്ല. നല്ല സ്ട്രോങ് ആണ്, ഇരുമ്പിലുള്ള കുരിശാണ്. അദ്ദേഹം വാഴ ഇങ്ങനെ ഒടിഞ്ഞു വീഴാതിരിക്കാൻ ഇതുകൊണ്ടാണ് അത് താങ്ങായിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ ഒന്നായി നമ്മുടെ ജീവിതത്തിൽ ഇത് മാറ്റപ്പെടാം. ഇപ്പം നമുക്കതിൻ്റെ അർത്ഥവും വ്യാപ്തിയും മാറ്റപ്പെട്ടില്ല എങ്കിൽ, ഞാനിതിൻ്റെ വിഗ്രഹമാക്കുന്ന അനുഭവത്തെക്കുറിച്ചല്ല പറഞ്ഞത്, എൻ്റെ ജീവിതത്തിൽ കുരിശ് എന്താണ് എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഗലാത്യർ ലേഖനത്തിൽ 6:14 പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. വളരെ ശ്രദ്ധയോടുകൂടി ആ കുരിശ്, കഴുമരമായ കുരിശ് അവൻ്റെ ജീവിതത്തിൽ ശ്രദ്ധേറിയ മാനപാത്രമായി മാറുന്ന അനുഭവം. അപ്പോൾ യഥാർത്ഥത്തിൽ പൗലൂസുമൊക്കെ ഇതിനെ വളരെ നിന്ദ്യമായി കരുതിയിരുന്ന വ്യക്തിയാണ്. അനേകരെ കൊല്ലുവാൻ അദ്ദേഹവും കാരണമായി തീർന്നിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. പക്ഷേ അത് യേശു കയറിയപ്പോൾ ഏറെ ശ്രദ്ധേയമായി മാറുന്ന അനുഭവം. ഇന്ന് വായിച്ചു കേട്ട ഭാഗത്തിൽ താഴേക്ക് വായിക്കുമ്പോൾ പലരെയും യേശു വിളിക്കുമ്പോൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് വിളിച്ചത്. ഫോളോ മീ, ഐ വിൽ മേക്ക് യു ഫിഷേഴ്സ് ഓഫ് men. എന്നെ അനുഗമിപ്പിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. വായിച്ച ഭാഗത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ കർത്താവ് പിന്നെ ഖബർന്നഹൂമിലും ഗലീലാ തടാകത്തിൻ്റെ കരയിലുമൊക്കെ കടന്നുപോയി തൻ്റെ ഈ ശക്തി ആർജിച്ച് 40 ദിവസത്തെ ഉപവാസാചരണത്തിന് ശേഷം വളരെ ശക്തിയോടെ കടന്നുപോയി തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് വേർതിരിച്ച് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ ജനത്തോട് വിളിച്ചു പറയുന്ന കാഴ്ച നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ ഈ നോമ്പാചരണം വെറും ആചരണമായിട്ടല്ല, ശക്തി സംഭരിക്കുന്നതിനുള്ള ദിനങ്ങളായിട്ട് മാറണം. അതുകൊണ്ടാണ് എല്ലാ ദിവസങ്ങളിലും ആരാധനയ്ക്ക് കടന്നു വരികയും പ്രാർത്ഥിക്കുകയും
വേറിട്ടൊരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുവാൻ പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഈ നോമ്പാചരണം ജീവിതത്തിൻ്റെ ഭാഗമാകുകയുള്ളൂ. അതുകൂടാതെ നമുക്ക് അനേക കാര്യങ്ങൾ, നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തോട് മുട്ടിപ്പായി ചോദിപ്പാൻ കഴിയും. കാരണം ഈ ഉപവാസത്തിൻ്റെ അല്ലെങ്കിൽ നോമ്പാചരണത്തിൻ്റെ ഭാഗമാകുകയാണ്. തൻ്റെ പ്രിയമക്കൾ ദൈവസന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ നിശ്ചയമായി നമുക്ക് കേൾക്കുവാൻ യേശു കർത്താവ് നമ്മുടെ അരികിൽ ഉണ്ടാകുമെന്നതിന് തർക്കമില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ ഈ ആചരണത്തിൻ്റെ ഭാഗമാകുവാൻ കഴിയട്ടെ. ഇന്നധികം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് ആ കൃത്യസമയങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ടല്ലോ. വരും ദിവസങ്ങൾ 40 ദിവസം നമുക്കുണ്ട്. ആ ദിവസങ്ങളിൽ ഞാനും നിങ്ങളോട് സംസാരിക്കുമ്പോൾ ശ്രദ്ധയോടെ ഈ വലിയ ആചരണത്തിൻ്റെ ഭാഗമാകാം. ലോകമെമ്പാടുമുള്ള ഇന്ന് ലക്ഷക്കണക്കിന് സഭകളിൽ ഈ നോമ്പാചരണം നടക്കുമ്പോൾ, ആഷ് വെനസ്ഡേയുടെ ശുശ്രൂഷകൾ നടക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി നിയമം ഇടവകയ്ക്കും കർത്താവിനെ ദർശിപ്പാൻ ഈ വലിയ ആത്മതപനത്തിൻ്റെ വലിയ നോമ്പാചരണത്തിൻ്റെ, സ്വയാർപ്പണത്തിൻ്റെ, നിരപ്പിൻ്റെ, റീകൺസിലിയേഷൻ്റെ ദിനങ്ങൾ ശക്തിയുള്ളതാക്കി തീർക്കാം. അതിന് സ്വയാർപ്പണത്തിനായി ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. കണ്ണുകളടച്ച ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമ്മെ തന്നെ വിനയപ്പെടുത്താം. നാം എവിടെയായിരിക്കുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ക്രൂസിൻ്റെ ചാരത്തിലേക്ക് നമുക്ക് അടുത്തു വരാം. നാം ഒന്നുമല്ല, വെറും ചാരമായി തിരിയേണ്ടവരാണ് നാം എന്ന ബോധ്യം ഈ ആഷ് വെനസ്ഡേ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. നീയും ചമ്പലാണ്, ചാരമാണ്, മണ്ണാകുന്നു. നീ മണ്ണിലേക്ക് മടങ്ങിത്തീരും. മണ്ണായി നിന്നെ മണ്ണിൽ മെനഞ്ഞ മനുഷ്യനാക്കി ഇനി മണ്ണിലേക്ക്, മർത്യനായി മണ്ണിലേക്ക് മടങ്ങിച്ചേരേണ്ടവനാണ് എന്ന ബോധ്യം നമുക്ക് നൽകുമ്പോൾ രട്ടിലും വെണ്ണീരിലും ഇരിക്കുന്ന ആത്മതപനത്തിൻ്റെ നാളുകളാക്കി, വ്രതശുദ്ധിയുടെ നാളുകളാക്കി ഈ ദിനങ്ങളെ മാറ്റാമോ? 40 ദിവസം കർത്താവേ, ഞാൻ ദൈവസന്നിധിയിലായിരിക്കും. എൻ്റെ ആലയത്തിൽ ഞാൻ ഓടി വരും അങ്ങയോട് പ്രാർത്ഥിപ്പാൻ, അല്പസമയം അങ്ങയോടൊപ്പമായിരിക്കാൻ, അങ്ങേ ആരാധിപ്പാൻ ഈ ദിനം ഞാൻ വേർപെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. കർത്താവ് എങ്ങനോട് കൂടെ ഉണ്ടാകണമേ. ചില തീരുമാനങ്ങൾ എടുക്കാം. ഇന്നു മുതൽ കർത്താവ് ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതിനെ വർജിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആഹാരമാകാം, ഞങ്ങളുടെ ജീവിതത്തിലെ തെറ്റായ ജീവിതക്രമങ്ങളാകാം, ഞാൻ ഉപേക്ഷിക്കേണ്ടുന്ന ഡിവൈസുകളാകാം. കർത്താവ് എല്ലാ തെറ്റായ ജീവിതക്രമങ്ങളെയും അമിതമായ ആസക്തിയോടെ ഞാൻ വീക്ഷിച്ചിരുന്നതിനെ എല്ലാം ഞാൻ വർജിച്ചുകൊണ്ട് കർത്താവ് ഈ 40 ദിനങ്ങൾ യേശുവിനോട് ചേരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തോട് പറയാമോ? ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ പങ്കുവയ്ക്കാം. യേശുവേ, അങ്ങനെ കേൾക്കണമേ. ഞാൻ ആലയത്തിരുന്ന് നിലവിളിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ സ്വരം കേൾക്കുന്ന അരുമനാഥൻ കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടെ ഈ ദിനം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും പ്രാർത്ഥിക്കാമോ? അല്പസമയം മൗനമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. സമർപ്പണത്തോടെ പുതിയ തീരുമാനവുമായി മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന എല്ലാ നിൻ്റെ മക്കളെയും അങ്ങ് ആശീർവദിച്ചതിനായി, അങ്ങ് കൈക്കൊണ്ടതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അന്ത്യത്തോളം അത് പാലിപ്പാൻ 40 ദിനങ്ങളും കർത്താവെ വളരെ ശ്രദ്ധയോടെ ഇതാചരിപ്പാൻ അങ്ങ് ഞങ്ങൾ കൃപ ചെയ്യുകയാൽ സ്തോത്രം ചെയ്യുന്നു. എല്ലാ നിൻ്റെ മക്കളെയും ആശീർവദിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഇന്ന് മുതൽ ആരംഭിക്കപ്പെടുന്ന നോമ്പ് ആചരണം വളരെ പ്രാർത്ഥനയോടെ നമുക്കെല്ലാവർക്കും അതിൻ്റെ ഭാഗമാകാം. 40 ദിവസങ്ങൾ വളരെ ശ്രദ്ധയോടെ, വളരെ ആത്മഭാരത്തോടെ ദൈവസന്നിധി നമുക്കായിരിക്കാം. നമ്മുടെ ആവശ്യങ്ങളെ ദൈവസന്നിധിയിൽ പകരുന്ന ദിനങ്ങളാക്കി മാറ്റാം. വിവിധങ്ങളായ ആവശ്യം നമുക്കുണ്ടാകും. മക്കളെക്കുറിച്ച്, നമ്മുടെ പ്രിയപ്പെട്ടവരെക്കുറിച്ച്. അപ്പോൾ പ്രാർത്ഥനയോടെ ഈ ദിനങ്ങൾ നമുക്ക് ആലയത്തിനുള്ളിലായിരിക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് 1 മണിക്കൂർ കൊണ്ട് നിർത്താനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. നാളെ മുതൽ 7:30 മുതൽ 8:15 വരെയാണ്. 3/4 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഇത്രയും ചുരുക്കുന്നത് നിങ്ങളെല്ലാം കടന്നു വരാൻ വേണ്ടിയാണ്. പെട്ടെന്ന് നമുക്ക് പോകാം. പക്ഷെ കുറച്ച് സമയമെങ്കിലും വേർതിരിച്ച് ഈ വലിയ ശുശ്രൂഷയുടെ ഭാഗമാകാൻ നമുക്ക് കഴിയട്ടെ. എല്ലാ ദിവസവും ആരാധനയുണ്ട്. 6:30 നമുക്ക് ബെല്ല് അടിച്ച പള്ളിയൊക്കെ തുറന്നിടും. നിങ്ങൾക്ക് വന്ന് പ്രാർത്ഥിക്കുന്നവർക്ക്
പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അകത്ത് വന്നിരുന്ന പ്രാർത്ഥിക്കാം. 7:30 മുതൽ 8:15 വരെ ആരാധനയുണ്ടാകും. ഈ ആരാധനയുടെ ഭാഗമാകുവാൻ എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ് നമ്മൾ കേട്ടത്. വരുന്ന 40 ദിവസങ്ങൾ ദൈവത്തിൻ്റെ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അത് ജീവനും ചൈതന്യവുമുള്ളതായി നമ്മുടെ ജീവിതത്തിൽ ആയിത്തീരുവാൻ ദൈവത്തിൻ്റെ കൃപ നമ്മിൽ വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഇവിടെ ആയിരിക്കുന്നതിൽ ഞാൻ വളരെയധികം ദൈവത്തെ സ്തുതിക്കുന്നു. കാരണം 2023 ഞാൻ ഈ ആലയത്തിൽ കടന്നു വന്ന് 23, 24, 25 3 വർഷങ്ങൾ നമ്മുടെ അടുത്തുള്ള മല്ലുവിള സഭയിൽ 40 ദിവസത്തെ നോമ്പ് ആരാധന നടത്തിയ വ്യക്തിയാണ്. അന്ന് ഞാൻ ആഗ്രഹിച്ചു നമ്മുടെ ആലയത്തിലും നോമ്പാരാധന വേണമെന്ന്. അത് ഇന്ന് ഈ വർഷം ദൈവം സാധ്യമാക്കി തീർത്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ സമർപ്പണത്തോടെ ഞങ്ങൾ ഈ ആരാധനകൾക്ക് നേതൃത്വം നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രത്യേകാൽ നിങ്ങൾ അവിടെ അന്വേഷിച്ചറിയാം, സമർപ്പണത്തോടെ ഈ നോമ്പ് നാളുകളിൽ വന്നിരുന്നവർക്ക് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. അത്ഭുതം പ്രവർത്തിക്കും ദൈവം. അത് സമർപ്പണത്തോടെ ആയിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. 151 ഗീതം, എനിക്കായി പിളർന്ന പാറയായവനെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ തിരുശരീരത്തിലൂടെ വിലാവിൽ ഏറ്റ കുന്തമേറ്റ് മുറിപ്പെട്ട് അതിലൂടെ ഒഴുകിയ രക്തവും ജലവും നമ്മുടെ പാപത്തെ അകറ്റിയെങ്കിൽ പാപികളോ ആയിരിക്കുന്ന നമ്മെ കർത്താവിൻ്റെ രക്തത്താൽ ശുദ്ധീകരിക്കുവാൻ ഈ പാട്ട് അർത്ഥം മനസ്സിലാക്കി സമർപ്പണത്തോടെ പാടാം. ആ സമയത്ത് സ്തോത്ര കാഴ്ച സ്വീകരിക്കും. എനിക്കായി പിളർന്ന പാറയായവനെ. 151 ഗീതം നമുക്ക് എഴുന്നേറ്റ് എന്ന് പാടാം. ശക്തിയെയും കഴുകണം, അശേഷം ശുദ്ധിയരുളേണം. എനിക്കായി പിളർന്ന പാറയായോനേ, തിരുന്യായ കൽപ്പനകൾ കുനിവൃത്തി ചെയ്വതെന്നാൽ അസാധ്യമായി ആത്മാവി നിരന്തം വൈരാഗ്യഭക്തി പൂണ്ടാലും നിൽക്കാനേറെ കണ്ണുനീർ പാവിച്ചൊരിഞ്ഞാലും ഒരു പാപത്തിനുമുപ ശാന്തി ചെയ്യുവാനുപയോഗം അല്ലിവനിയെ രക്ഷ ചെയ്യുക. എനിക്കായി പിളർന്ന പാറയായോനേ, കയ്യിലൊന്നുമില്ല വെറുതെ വരുന്നേ കർത്തനെ നിൻ കുരിശിലഭയം പിടിച്ചേ നഗ്ന ഞാൻ വന്നിനോടുപ്പു തന്നരുൾക. നാശഭാവി നിൻ കൃപയ്ക്കത്രേ കാത്തിടുന്നേ, ശുദ്ധിഹീനൻ ഞാൻ നീ കഴുകണമെന്നെ സുഖജീവൻ തരണം പ്രിയ രക്ഷകനേ. എനിക്കായി പിളർന്ന പാറയായോനേ. ആ സഹോദരീ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന ഇത്ര ശുഭവും എത്ര മനോഹരമാകുന്നു.
അപ്പം ഒന്നാകൊണ്ട് പലരായി നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികളാകുന്നുവല്ലോ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ആരാധനക്രമം 63-ാം പുറത്ത് കാണുന്ന പ്രാർത്ഥന. യേശുവേ, ശ്രേഷ്ഠ മഹാപുരോഹിതനായുള്ളവേ, അങ്ങയുടെ ശിഷ്യന്മാരുടെ നടുവിൽ സ്നേഹിതനായിരുന്ന പോലെ ഞങ്ങളുടെ മധ്യത്തിലും വന്നപ്പം നോർക്കുന്നതിൽ അങ്ങേ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തരണമെന്ന് പിതാവിനോട് പരിശുദ്ധാത്മാവിനോട് കൂടെ ഏകദൈവമായി കാലാവസാനം കൂടാതെ ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ. നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തവും ന്യായവും ഞങ്ങളുടെ കർത്തവ്യവുമാകുന്നു. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു മൂലമായി തന്നെ യേശു ക്രിസ്തു മുഖാന്തരം അങ്ങ് ആകാശത്തെയും ഭൂമിയെയും അവയിലുള്ള സകലത്തെയും ഉണ്ടാക്കി മനുഷ്യൻ അങ്ങയുടെ സ്വന്തം സാദൃശ്യത്തിൽ നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാപത്തിൽ വീണപ്പോൾ പുതിയ സൃഷ്ടിയുടെ ആദ്യ ഫലമാകേണ്ടതിന് അവന് വീണ്ടെടുത്തു. അവിടുത്തെ കരുണ അങ്ങയുടെ സകല പ്രവൃത്തികളിലുമുണ്ട്. അതുകൊണ്ട് ദൈവദൂതന്മാരോടും പ്രധാന ദൈവദൂതന്മാരോടും സ്വർഗ്ഗത്തിലെ സകല സംഘത്തോടും കൂടെ ഞങ്ങളെ ആകാശം ഭൂമി അങ്ങയുടെ മഹത്വമാണ് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, അങ്ങേക്ക് മഹത്വം ചെയ്യുകയും അങ്ങയുടെ നാമത്തെ പുകഴ്ത്തുന്നു. ആമേൻ. കർത്താവിന്റെ നാമത്തിൽ വരികയും വരാനിരിക്കുകയും ചെയ്യുന്ന അങ്ങയെ വാഴ്ത്തുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. സ്വർഗസ്ഥ പിതാവേ, അങ്ങ് സത്യമായി പരിശുദ്ധനാകുന്നു. അങ്ങ് സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള അങ്ങയുടെ ആർദ്ര സ്നേഹം കൊണ്ട് അവിടുത്തെ ഏകപുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവത്തെ എടുക്കുവാനും ഞങ്ങളെ വീണ്ടെടുക്കാനായി കുരിശിന്മേൽ മരണം അനുഭവിപ്പാനും തന്നുവല്ലോ. അവിടുന്ന് ഒരിക്കലായി തന്നെ ഏക വഴിപാടായി അർപ്പിച്ചതിനാൽ സർവ്വലോകത്തിൻ്റെയും പാപങ്ങൾക്കായി തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗവും വഴിപാടും പ്രതിശാന്തിയും തികയ്ക്കുകയും താൻ വീണ്ടും വരുവോളം തൻ്റെ വിലയേറിയ മരണത്തെക്കുറിച്ച് ഇടവിടാതുള്ള ഓർമ്മ നിയമിക്കുകയും അതെപ്പോഴും ആചരിക്കണമെന്ന് തൻ്റെ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവിടെ താൻ ഒറ്റുകൊടുക്കപ്പെട്ട രാത്രിയിൽ തന്നെ അപ്പമെടുത്തു, സ്തോത്രം ചൊല്ലുന്നവർക്ക് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പിന് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരമാകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അത്താഴം കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് പാനപാത്രം എടുത്ത സ്തോത്രം ചൊല്ലിയവർക്ക് കൊടുത്ത് പറഞ്ഞു, നിങ്ങളെല്ലാവരും നിന്ന് കുടിപ്പിനെന്നാൽ ഇത് നിങ്ങൾക്കും അനേകർക്കും വേണ്ടി പാപമോചനത്തിനായി സ്ഥാപിക്കുന്ന പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തമാകുന്നു. നിങ്ങളിത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ ഞങ്ങളുടെ പുത്രൻ്റെ വിലയേറിയ മരണത്തെയും കഷ്ടപ്പാടിനെയും അവിടുത്തെ മഹത്വമുള്ള പുനരുത്ഥാനത്തെയും സ്വർഗാരോഹണത്തെയും ഓർത്തുകൊണ്ടും യേശു മിശിഹായിൽ അങ്ങ് ഞങ്ങൾക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും കർത്താവ് കൽപ്പിച്ച പ്രകാരം അവിടുന്ന് വരുവോളം അവിടുത്തെ ഓർമ്മയ്ക്കായി അങ്ങയുടെ ദാസരായി ഞങ്ങളിത് ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളെയും അങ്ങയുടെ ദാനങ്ങളായ ഈ അപ്പത്തെയും വീഞ്ഞിനെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ മുറിക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയും ആകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോട് അപേക്ഷിക്കുന്നു. അങ്ങനെ യേശു ക്രിസ്തുവിൽ യോജിപ്പിക്കപ്പെട്ട ഞങ്ങളെല്ലാവരും വിശ്വാസത്തിൻ്റെ ഐക്യം പ്രാപിച്ച തലയാകുന്ന മശിഹായ്ക്ക് അനുയോജ്യമാവിധം സകലത്തിലും വളരേണ്ടതിന് കൃപ നൽകണമെന്ന് ക്രിസ്തു മൂലമായും ക്രിസ്തുവിനോട് കൂടെയും പരിശുദ്ധാത്മാവിൻ്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, അങ്ങേക്ക് സകല ബഹുമാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അല്പസമയം നാം ചെയ്തു പോയ പാപങ്ങളെ ഉണർന്ന് ദൈവത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. അറിഞ്ഞും അറിയാതെയും വിചാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും പിഴച്ചുപോയ പിഴവുകളെ ഓർത്ത് അനുദപിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. യേശുവേ, തിരുമേശ നിന്ന് വീഴുന്ന അപ്പനുറുക്കൾ പോലും അനുഭവിപ്പാൻ യോഗ്യതയില്ല, എങ്കിലും നിൻ്റെ മക്കളാക്കി പ്രിയ മക്കളാക്കി അങ്ങ് വിളിച്ചിരിക്കുന്നുവല്ലോ.
അങ്ങയുടെ ശരീരവും രക്തവുമാകുന്ന ആത്മീക ഭോജനം കർത്താവേ തിരുമേശയിൽ വന്ന് ഒരുമിച്ച് പങ്കിടുവാൻ വേണ്ട പ്രാപ്തി എനിക്ക് നൽകണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പാപങ്ങളെ ക്ഷമിച്ച പാപിയെ സ്നേഹിക്കുന്ന അരുമനാഥൻ ഈ രാത്രിയിൽ നമ്മെ തുടയേണ്ടതിന് ദൈവസന്നിധിയിൽ സ്വയാർപ്പണത്തോടെ നമുക്ക് അടുത്തു വരാം. അല്പസമയം മൗനമായി നമ്മുടെ പാപങ്ങളെ ഉണർന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അറുപത്തിയാറാം പുറത്ത് കാണുന്ന പ്രാർത്ഥന എല്ലാവർക്കും ചേർന്ന് ചൊല്ലാം. സ്നേഹമുള്ള കർത്താവേ, ഞങ്ങൾ അവിടുത്തെ കരുണയിലല്ലാതെ നിങ്ങളുടെ സ്വന്തം രീതിയിൽ ആശ്രയിച്ചുകൊണ്ട് അങ്ങയുടെ മേശയിലേക്ക് വരുവാൻ തുനിയുന്നില്ല. അതുകൊണ്ട് മനസ്സിലുള്ള ഞങ്ങളെ അങ്ങനെ ഇഷ്ടപ്പെട്ടനായ ശുദ്ധീകരിക്കപ്പെടുവാനും ഞങ്ങളുടെ നാം നുറുക്കുന്ന ഈ അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലയോ? നാം വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മ അല്ലയോ? ജീവൻ്റെ അപ്പമാകുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ തിരുശരീരം, സത്യമുന്തിരിവള്ളിയാകുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ തിരുരക്തം ഇത് നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് മുമ്പോട്ട് വരാം. പാട്ട്. സ്വന്തം നിനക്കിന് ഞാൻ യേശുദേവ. 147.
ശക്തി പ്രാപ്തിയാലും കാഴ്ചവച്ചേ ശക്തി പ്രാപ്തിയാലും കാഴ്ചവച്ചേ തിരു സന്തോഷം നേടുവാൻ ഞാൻ അടുത്തു വന്നേ തിരു സന്തോഷം നേടുവാൻ ഞാൻ അടുത്തു വന്നേ. ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും സാക്രമെന്ന വിശ്വാസത്താൽ കൈക്കൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 67-ാം പുറത്ത് കാണുന്ന പ്രാർത്ഥന നമുക്കെല്ലാവർക്കും സ്തോത്ര പ്രാർത്ഥനയായി ചൊല്ലാം. സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ വത്സലപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുമിശിഹായും ഞങ്ങളുടെ മക്കളായ ഞങ്ങളെ സ്നേഹിച്ചിരിക്കുന്നവരോ, അവിടെ മഹാവിലയേറിയ ശരീരവും രക്തവുമാണ് ആജ്ഞാഹാരം കൊണ്ട് അങ്ങ് ഞങ്ങളെ പോഷിപ്പിച്ച് ഞങ്ങൾക്ക് പാപമോചനവും നിത്യജീവനെക്കുറിച്ചുള്ള വാഗ്ദാനം നൽകിയിരിക്കുന്നു. അങ്ങയുടെ വിലയില്ലാത്ത ഉപകാരങ്ങൾക്കായി ഞങ്ങളെ സ്തോത്രം ചെയ്ത് ഞങ്ങളെ സ്തുതിക്കുന്നു. ഞങ്ങളെ തന്നെ ഞങ്ങളുടെ ശരീരങ്ങളെയും ആത്മാക്കളെയും ജീവനാഥമായി സമർപ്പിക്കുന്നു. ഞങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ നല്ലതും പൂർണ്ണമായ ദൈവഹിതം തിരിച്ചറിയുന്നതിന് മനസ്സിലേക്ക് രൂപാന്തരപ്പെടുവാൻ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങൾ ഭൂമിയിൽ അനുസരിച്ച് ഒടുവിൽ അങ്ങയുടെ സ്വർഗീയ രാജ്യത്തിൽ ഞങ്ങളുടെ സർവ്വസ്ഥന്മാരോടും കൂടെ സന്തോഷിക്കേണ്ടതിന് കൃപയുള്ളവരെ ഞങ്ങൾ അങ്ങോട്ട് അപേക്ഷിക്കുന്നു. അവിടുത്തെ പുത്രനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ എന്നേക്ക് ഏകമായി ജീവിച്ചു വാഴുന്നുവല്ലോ. ആമേൻ. ആമേൻ. നമ്മുടെ ദൈവത്തിന് എന്നേക്ക് സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ ചാമ്പൽ ബുധനാഴ്ച ഏറെ വിശുദ്ധിയോടും നോമ്പാചരണത്തോടും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനും സമർപ്പണത്തോടെ ദൈവസന്നിധിയിലായിരിക്കാനും അങ്ങയുടെ പ്രിയ മക്കൾക്ക് അങ്ങ് അവസരം നൽകിയല്ലോ. കർത്താവെ, കേട്ട വചനാനുസൃതമായി ഏറെ സമർപ്പണത്തോടെ ഈ നാളുകളിൽ വ്രതശുദ്ധിയോട് ജീവിപ്പാൻ ഞങ്ങൾ കൃപയേകണമേ. സമാധാനത്തോടെ ലോകത്തിലേക്ക് ഇറങ്ങിപ്പോകുവാനും കർത്താവെ, ക്രിസ്തുവിനെ നാളുകളിൽ ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നവരായി ക്രൂശിൻ്റെ മഹാത്മ്യവേകുന്നവരായി തീരുവാൻ ഞങ്ങളെ ശക്തീകരിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സമാധാനത്തോടെ ആശീർവാദം കൈക്കൊള്ളുവിൻ. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം ദൈവത്തെയും അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെയും കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും കാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിൻ്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവമേ,